ഞാനിപ്പോൾ കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ നിന്നൊരു വലിയ ഉത്സവമാണ്, മറ്റൊന്നുമല്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കുടുംബം ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ OP ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ്. ഇപ്പോൾ മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് വലിയ സന്തോഷം തോന്നുന്നു. നിങ്ങളൊരു സന്തോഷത്തിൻ്റെ ഒരു ഉത്സവം പോലാന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും. എന്താണ് ഒരു സന്തോഷം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ ബിൽഡിംഗ് വരുന്നതിൽ? ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ പ്രദേശത്ത് ഒരു നല്ല ഹോസ്പിറ്റൽ വളരെ സന്തോഷമാണ്. നിലവിൽ ഞാൻ നോക്കിയിട്ടേ കെട്ടിടം തന്നെ വലിയ നല്ല 2 കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെ കൂടെയാണ് ഒരു OP ബ്ലോക്ക് കൂടെ വരുന്നത്. ഒരു നല്ലൊരു സംഭവം അല്ലേ? തീർച്ചയായിട്ടും നല്ലത്. ഞങ്ങളുടെ നാടിന് വളരെ ഒരു അനുഗ്രഹമാണ്. ഇവിടെ ചികിത്സയ്ക്കൊക്കെ വരാറുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് ചികിത്സയൊക്കെ നല്ല ചികിത്സയാണ്. എല്ലാവർക്കും ഏത് സമയത്തും ആൾക്കാരുടെ രോഗം അനുസരിച്ച് തന്നെ അവരുടെ മറ്റ് സാമ്പത്തികമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ കൊണ്ട് തന്നെ ആ രോഗികളെ നല്ല രീതിയിൽ പരിചരിക്കുകയും അവരെ വേണ്ടുന്ന രീതി ചികിത്സ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രഷറോ ഷുഗറോ വല്ലതും ഉണ്ടോ? എല്ലാം നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് പ്രഷറോ ഷുഗറോ വല്ലതും ഉണ്ടോ? എനിക്കുണ്ട്, പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൺട്രോളാ. ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇതിന് പ്രത്യേക ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് അത് അങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഇവിടെ നോക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ വന്ന് പങ്കെടുക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഓക്കെ. അതാണ് ഈ വന്നിരിക്കുന്ന ആളുകൾ. നമുക്ക് കാണാം ഒരുപാട് ആളുകളുണ്ട്. അമ്മയ്ക്ക് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരാണോ? നല്ല ചികിത്സ എനിക്ക് പരമാവധി എനിക്ക് ഭേദപ്പെട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും അങ്ങനെയുള്ളവർ തന്നെയാണ്. മിക്കവാറും പേര് ഇവിടെ അങ്ങനെ തന്നെ. അല്ലെങ്കിൽ പിന്നെ റെഫർ ചെയ്യും. ഇവിടുന്ന് ഇച്ചിരി സീരിയസ് ആണെന്നുണ്ടെന്ന് വരില്ല. ഇവിടുത്തെ രീതിയിലുള്ള എല്ലാ ചികിത്സ കഴിഞ്ഞാൽ റെഫർ ചെയ്യും, ഒക്കത്തില്ലെങ്കിൽ. ഇതാണ് കേരളം ആരോഗ്യരംഗത്തെ നമ്പർ 1 ആണ് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ OP ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം. കാരണം അത്രയധികം ആളുകൾ എത്തുന്നു. ഇപ്പോൾ ഡോക്ടറോട് ഇത് മെഡിക്കൽ ഓഫീസോട് ചേരുകയാണ്. ഡോക്ടർ നമസ്കാരം. ഞങ്ങളിവിടെ വന്നപ്പം ഈ പുതിയ OP ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ 2 നല്ല മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. എന്താണ് പുതിയ OP ബിൽഡിങ്ങിലേക്ക് എത്തുന്നത്? അത് കാര്യങ്ങളൊന്ന്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് നമ്മുടെ OP ബ്ലോക്ക്, പൊതുജനാരോഗ്യ വിങ്, നമ്മുടെ ഓഫീസ് മുതലായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉപകേന്ദ്രം, മെയിൻ സെൻറ്റർ ഉപകേന്ദ്രം, ഇതെല്ലാം ഇവിടെ നമുക്ക് പ്രവർത്തിക്കുന്നത്. അപ്പം ദൈനംദിനപ്രതി നമുക്കൊരു 120-ന് മേലുള്ള OP ആശുപത്രിയിലേക്ക് മാത്രം വരുന്നുണ്ട്. അപ്പം സ്ഥല സൗകര്യം നമുക്ക് ഇപ്പം എല്ലാം കൂടെ ചേർന്ന് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പുതിയ കെട്ടിടത്തിലോട്ട് മാറുമ്പോൾ OP ബ്ലോക്ക് മുഴുവനും ജനങ്ങൾക്ക് പൂർവ്വധികം സൗകര്യത്തോടെ ഇരിക്കാനും വെള്ളം കുടിക്കാനും റിലാക്സ് ചെയ്യാനും നടുത്തളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് ചേർന്നുള്ള പുതിയ കെട്ടിടമാണ് നമുക്ക് വരുന്നത്. അപ്പം ആൾക്കാർക്ക് ഒരു വിധത്തിലുള്ള റഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സമാധാനപരമായി ഇരുന്ന് ഒരു പീസ്ഫുൾ ആംബിയൻസിൽ ഡോക്ടറെ കാണാനും വിശാലമായിട്ടിരിക്കാനും പറ്റുന്ന ഒരു കെട്ടിടത്തിൻ്റെ സ്ട്രക്ചറാണ് ഇനിയിപ്പം നമുക്കിവിടെ വരാൻ പോകുന്നത്. ഡോക്ടറെ, മുമ്പ് നമ്മുടെ ആശുപത്രിയിൽ എഴുതിയിരുന്ന ബോർഡ് എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. എന്താണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കുടുംബാരോഗ്യ കേന്ദ്രമായി എത്തുമ്പോൾ അതിന് മാറ്റം എന്താണ്? കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് നമ്മൾ പുതിയൊരു കൺസെപ്റ്റാണ്. അതായത് ഏത് സമയത്തും നമ്മൾക്ക് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഫാമിലി അറ്റ്മോസ്ഫിയർ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സമയത്തിനേക്കാളും വ്യത്യാസമായിട്ടുള്ളതാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ സമയം. വൈകുന്നേരം നമുക്ക് 6 മണി വരെ 6:30 വരെ സേവനം കൊടുക്കണമെന്നാണ്. നിലവിൽ സ്റ്റാഫ് ഷോർട്ടേജ് കൊണ്ടാണ് നമുക്കിപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ കെട്ടിടത്തിലേക്ക് പോവുകയും നമ്മുടെ സ്റ്റാഫ് പാറ്റേൺ മാറുകയും ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് വൈകുന്നേരം ഈവനിങ് OP ഉൾപ്പെടെയുള്ള സേവനങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഉള്ള സൗകര്യത്തിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഫലപ്രദമായി കൊടുക്കാൻ സാധിക്കും ഈ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും അറിയണമല്ലോ, പലർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. അത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങനെ ഇപ്പോൾ വലിയ തുക മുടക്കുന്നതായിട്ട് സാധ്യത. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമേഹം, പ്രഷറുമായി ബന്ധപ്പെട്ട് അവിടെ അത്തരം രോഗങ്ങൾക്ക് എത്തരത്തിലുള്ള സൗജന്യ ചികിത്സയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായും സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും ജീവിതശീല, അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ വലിയൊരു പ്രോജക്റ്റുകൾ, പരിപാടികൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. എല്ലാ മരുന്നുകളും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. സേവനങ്ങൾ തികച്ചും ഫ്രീ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപകേന്ദ്രങ്ങളിലേക്ക് എത്തുവാണെങ്കിൽ കൂടി ഇപ്പം ആൾക്കാർക്ക് ഇത്രയും ദൂരെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് തന്നെ ഇല്ല. ഇപ്പം അവരിയ്ക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പം ഉപകേന്ദ്രങ്ങളിൽ BP, ഷുഗർ നോക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നല്ല കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മളുടെ നമുക്ക് നമ്മുടെ ഉപകേന്ദ്രങ്ങളിൽ മരുന്ന് NCD ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾ കൊടുക്കാനുള്ള പ്രൊവിഷൻ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ചന്ദ്രപ്പള്ളി ആശുപത്രിയാണ് ആദ്യമായിട്ട് ഉപകേന്ദ്രങ്ങളിലേക്കുള്ള മരുന്നുകൾ എത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക്, വണ്ടി സൗകര്യങ്ങൾ കുറവുള്ള ആൾക്കാർക്കും ഇത്രയും ദൂരെ പോലും വരേണ്ട ആവശ്യമില്ല. അവർക്ക് സെൻറ്ററിൽ ചെന്ന് BP ഒക്കെ നോക്കി അവിടെ ഉപകേന്ദ്രമുണ്ട്. നമുക്കിവിടെ മെയിൻ സെൻറ്റർ ഉൾപ്പെടെ 7 ഉപകേന്ദ്രമാണ് ഉള്ളത്. ഒരു ഗ്രാമപഞ്ചായത്തിലാണ് 7 ഉപകേന്ദ്രങ്ങളുള്ളത്. അപ്പോൾ ഈ നമ്മളുടെ പല പല ബ്ലോക്കുള്ള ആൾക്കാർ ഉപകേന്ദ്രങ്ങളിൽ പോകാൻ ഇടപെടുമ്പോൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി BP അവിടെ വരെ പറഞ്ഞിരുന്നു. അവിടെ ആ ഉപകേന്ദ്രങ്ങളിൽ ചെന്ന് BP നോക്കാം.
ഷുഗർ നോക്കാം. എന്നിട്ട് അവിടെ നമ്മുടെ MLSB സ്റ്റാഫുകളുണ്ട്. MLSB സ്റ്റാഫുകൾ അവരുടെ റിപ്പോർട്ട് നോക്കും. നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ അവിടുന്ന് കൊടുക്കും. പിന്നെ അത് ഏതെങ്കിലും ഒരു തരത്തിൽ അത് കൺട്രോൾ ആകുന്നില്ല എന്ന് അവർ ഷുഗർ BP നോക്കുമ്പോൾ അവർ ഡോക്ടറെ അടുത്തോട്ട് വിടും. അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ അവർ തിരിച്ചുവിടെ വന്ന് ഡോക്ടറെ കാണുകയും ഈ പ്രിസ്ക്രിപ്ഷൻ പുതുക്കുകയും ചെയ്യണം. സ്റ്റേബിൾ ആയാലും സ്റ്റേബിൾ അല്ലെങ്കിലും ഡോക്ടറെ കണ്ട് 3 മാസത്തിലൊരിക്കൽ ഡോക്ടറെ കണ്ടത് പുതുക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അവരവിടെ 3 മാസം കണ്ടിന്യൂ ചെയ്യും. ഇവിടെ വന്ന് ഡോക്ടറെ കാണാം, മരുന്ന് അവിടെ നിന്ന് വന്ന് മേടിക്കുക. ബാക്കി ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് അല്ലാതെ തന്നെ അവർ വന്ന് കണ്ടോളൂ. ഇപ്പം ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടി ജാക്ക് ടീമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ നടപ്പ്, യോഗ മുതലായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ അഭ്യസിപ്പിക്കാനുള്ള പരിപാടികളുണ്ട്. പിയർ ഗ്രൂപ്പുകൾ, ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിയർ ഗ്രൂപ്പ് എടുത്തിട്ട് അവരുടെ മോണിറ്ററിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സേവനങ്ങൾ ഉപകേന്ദ്ര അടിസ്ഥാനത്തിലും ആശുപത്രിയുടെ കീഴിൽ ഉപകേന്ദ്ര അടിസ്ഥാനത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഉപകേന്ദ്രങ്ങൾ ഒത്തിരി വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട്, ശ്രീധരൻ സഖാവ് അല്ലേ? സഖാവ്, എത്ര ഇവിടെ വാർഡുണ്ട് ഈ പഞ്ചായത്തിൽ, ഈ ഗ്രാമപഞ്ചായത്ത്? ഈ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുണ്ട്. അതിൻ്റെ ജനസംഖ്യ എത്രയാണ് ഏകദേശം? ജനസംഖ്യ ഏതാണ്ട് 50,000 അത്രയും പേർക്ക് 7 സബ് സെൻ്റർ ഉണ്ട് അല്ലേ? ഒരു വലിയ കാര്യമാണ് അല്ലേ? അത് വലിയ കാര്യമാണ്. ആ 7 സബ് സെൻ്ററും നല്ല മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. ഈ ആരോഗ്യരംഗത്ത് വലിയ ഒരു കരുതലാണ് സംസ്ഥാന സർക്കാർ ഈ പഞ്ചായത്തുകൾക്ക് നൽകുന്നത്. ആന്ന് തീർച്ചയായിട്ടും പറഞ്ഞോളൂ. തികച്ചും ആരോഗ്യരംഗത്തെ പ്രവർത്തനം സംസ്ഥാന ഗവൺമെൻറ് വളരെ കാര്യക്ഷമമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇടപെടുന്നത്. ആ ഇടപെടലിൻ്റെ ഫലമായി ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അപ്പോൾ ആളുകളോടൊക്കെ കൂടുതൽ സമ്പർക്കമുള്ള ആൾ കൂടിയാണല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇതിനോടൊപ്പം തന്നെ 2 മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. പുതിയൊരു കെട്ടിടം വരികയാണ്. ഇതൊരു ആളുകൾ കൂടുതൽ പ്രയോജനപ്പെടുമായിരിക്കും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഇപ്പോൾ ഇരിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകളിലൊരു നില ഞങ്ങൾ ഈ പുതിയ പഞ്ചായത്ത് കമ്മിറ്റി വന്നപ്പോൾ ആണ് ഇതിൻ്റെ മുകളിലത്തെ നില പണിതത്. അതിനുശേഷമാണ് ഇവിടെ ഇന്ന് കയറ്റം മാറ്റി പുതിയ അപ്പുറത്ത് ഇപ്പോൾ പുതിയ കുടുംബാരോഗ്യ ഒ പി പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ OP പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ ഇവിടുത്തെ സ്റ്റാഫ് അറ്റേണയിൽ വലിയ മാറ്റമുണ്ടാകും. സ്റ്റാഫ് അറ്റേണയിൽ തന്നെ മാറ്റം ഉണ്ടാകുമ്പോൾ കൂടുതൽ രോഗികളിലൂടെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ 100-150 രോഗികൾ ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ അവർ മറ്റ് ആളുകളെ ചികിത്സിക്കുന്നിരുന്നത്. അതുകൂടാതെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്തെ 12 തെക്കേക്കര പഞ്ചായത്താണ്. അവിടെ ഇത്രയും അവിടെ നിന്നും ആളുകൾ ഇവിടെയാണ് ചികിത്സാരംഗത്ത് ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് വള്ളിക്കോട്, അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് വന്നല്ല സമീപത്തെ പഞ്ചായത്തുകൾക്കും ഉപകാരപ്പെടും അല്ലേ? വള്ളിക്കോട്, 12 തെക്കേക്കര ഈ പഞ്ചായത്തുകൾക്ക് എല്ലാം ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനി കുറേ കൂടി ചികിത്സാരംഗത്ത് കൂടുതൽ സ്റ്റാഫ് വരുന്നതോടുകൂടി അവരുടെ പാറ്റേണിൽ മാറ്റം ഉണ്ടാകുന്നതോടുകൂടി കൂടുതൽ രോഗികളെ ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. സ്ഥല MLA ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ, അത് വലിയൊരു അദ്ദേഹത്തിനും ഒരു സല്യൂട്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങളുള്ള സമയമാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലൊക്കെ പുതിയ കെട്ടിടങ്ങൾ വരുന്നു. അങ്ങനെ സംസ്ഥാനം എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് ഒന്നാമതെത്തുന്നതിൻ്റെ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണമാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം. അതാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചത്. എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കും ആളുകളെല്ലാം ഈ പുതിയ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങളുടെ ഒരു ഉത്സവമായും കൂടി മാറുകയാണ്. കുടുംബത്തിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.